ഒരു വെറൈറ്റി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചട്ടിയിൽ പൊള്ളിച്ച ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം. ഒരു 3-4 പട്ട, അതുപോലെ 3-4 കരയാമ്പ്, ഒരു ഏലയ്ക്ക, ബേ ലീവ്സ് ഇത്ര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കണം. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ജീരകമൊക്കെ പൊട്ടി മസാലകളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഇവിടെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-10 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായി അരിഞ്ഞ സവാളയാണ്. കട്ടി കുറഞ്ഞ അരിഞ്ഞ സവാള ഒരു 3 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ സവാളയൊക്കെ നന്നായിട്ട് വാടുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ട് വേണം അടുത്ത മസാലകൾ ചേർത്ത് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടിക്ക് പ്രത്യേകിച്ച് ഒരു പച്ചമണം ഉള്ളത് കൊണ്ട് ആ ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് അല്ലെങ്കിൽ ഉണ്ടാവും. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലൊരു മണം വരുമ്പോൾ മാത്രമാണ് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലകളെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേ നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് നുറുക്കിയ ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് അല്ലെങ്കിലും കുറച്ച് വെള്ളം വരും. എന്നിരുന്നാലും നമുക്ക് ഒന്ന് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മാത്രമല്ല നമ്മളിവിടെ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടി കഴിക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവിയും കൂടി ആവശ്യമാണ്. പിന്നെ നമ്മളിത് പൊള്ളിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമുക്ക് ചിക്കൻ വേവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ കറിയൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. 2 വാഴയില നന്നായിട്ട് വാട്ടിയതിന് ശേഷം ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കൊരു സവാള നല്ലതുപോലെ ചെറുതായി അരിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും വറുത്തെടുക്കണം. അതിനുശേഷം അതിൽ ബാക്കി വന്ന വെളിച്ചെണ്ണ ഈ വാഴയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും
അതുപോലെ കാഷ്യൂ നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഴല നന്നായിട്ടൊന്ന് കെട്ടിവെച്ച് നന്നായിട്ട് മൂടി വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ വാഴല ഇതുപോലെ കെട്ടിയതിന് ശേഷം നമുക്കൊരു ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്യാം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം. ലിഡ് കുറച്ച് കട്ടിയുള്ള ലിഡാണെങ്കിൽ അവിടെ ഇരുന്നോളും, അല്ലെങ്കിൽ ഇതിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലേക്കും വാഴയിലേക്കും നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഈ സമയം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ചട്ടിയിൽ പൊള്ളിച്ച ചിക്കൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വാവ്, നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. വാഴലയുടെയും കറിവേപ്പിലയുടെയും അതുപോലെ നമ്മുടെ ഉള്ളി മൂപ്പിച്ചതിൻ്റെയും എല്ലാം കൂടെയുള്ള ഒരു മണവും നല്ല ചൂടോടുകൂടെ പൊറോട്ടയോടുകൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യലായിട്ടുള്ള ഈ ചട്ടിയിലെ ചിക്കൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.